രാജ്യം കണ്ട രണ്ട് മഹത് വ്യക്തികളുടെ വിടപറച്ചിലൂടെയാണ് ഈ കഴിഞ്ഞയാഴ്ച കടന്നുപോയത്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം MD വാസുദേവൻ നായരും ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പി ഡോക്ടർ മൻമോഹൻ സിംഗും. ഇരുവരുടെയും ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെയാകട്ടെ ഇന്നത്തെ റിയൽ സ്റ്റോറിയുടെ തുടക്കവും. കഴിഞ്ഞുപോയ ആഴ്ചകൾ പോലെ തന്നെ ഈ ആഴ്ചയും ഒരു അപകട വാർത്ത ഇന്നു പുലർച്ചെ നമ്മെ തേടിയെത്തി. തമിഴ്നാട് തേനി പെരിയകുളത്ത് ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 മലയാളികൾ മരിച്ചു എന്ന വാർത്തയായിരുന്നു അത്. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. മരിച്ചത് കോട്ടയം സ്വദേശികളാണെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ടൂറിസ്റ്റ് ബസ്സിൽ സഞ്ചരിച്ച 18 പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഏർക്കാട് എന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്ന മിനി ബസ് തേനിയിലേക്ക് പോവുകയായിരുന്ന മാരുതി ഓൾട്ടോ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബസ്സിലുണ്ടായിരുന്ന 18 പേർക്കും പരിക്കേറ്റെങ്കിലും പരിക്ക് ഗുരുതരമല്ല. കൂട്ടിയിടിയിൽ കാറ് പൂർണ്ണമായി തകരുകയായിരുന്നു. വിവാദമായ നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക്. രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് ഇനി പുനരാരംഭിക്കും. 11 സീറ്റുകളാണ് അധികമായി ബസ്സിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ സീറ്റുകളുടെ എണ്ണം 37 ആയി. ബസ്സിലുണ്ടായിരുന്ന എസ്കലേറ്റർ, പിൻ ഡോറ് എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻഭാഗത്ത് മാത്രമാകും ഡോർ ഉണ്ടാവുക. ശൗചാലയം ബസ്സിൽ നിലനിർത്തിയിട്ടുമുണ്ട്. നേരത്തെ 1280 രൂപയായിരുന്നു ബസ് നിരക്ക്. ഇന്നലെ ബംഗളൂരു കോഴിക്കോട് യാത്രയിൽ 930 രൂപയാണ് ഈടാക്കിയത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്ര ചെയ്യാൻ വേണ്ടി 1.6 കോടി രൂപയ്ക്കാണ് ഭാരത് ബെൻസിന്റെ ആഡംബര ബസ് വാങ്ങിയത്. മുൻഭാഗത്ത് ഹൈഡ്രോളിക് ലിഫ്റ്റും പിറകിൽ ഓട്ടോമാറ്റിക് വാതിലും ബാത്റൂം സൗകര്യങ്ങളുമുള്ള ബസ്സാണിത്. കേരള രാഷ്ട്രീയത്തിൽ നവകേരള ബസ് ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവൻ, കിടപ്പുമുറി, മീറ്റിംഗ് മുറി എന്നിവയ്ക്ക് ഉണ്ടെന്നായിരുന്നു പ്രചാരണം. ഈ ആഴ്ചയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേശീയ ചിഹ്നം ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. ദേശീയ ചിഹ്നം ദുരുപയോഗം ചെയ്താൽ ഇനി പണി കിട്ടും. കാത്തിരിക്കുന്നത് ജയിൽ ശിക്ഷയും കനത്ത പിഴയുമാണ്. രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചിത്രങ്ങൾ, പേരുകൾ, ചിഹ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ദേശീയ ചിഹ്നങ്ങളുടെ അനധികൃത ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ തീരുമാനം. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് പുതിയ നിയമം അനുസരിച്ച് 5 ലക്ഷം രൂപ വരെ പിഴയും ജയിൽ ശിക്ഷയും വ്യവസ്ഥ ചെയ്ത് ശിക്ഷ കടുപ്പിക്കാനാണ് തീരുമാനം. നിലവിലെ നിയമപ്രകാരം ദേശീയ ചിഹ്നത്തെ അവഹേളിച്ചാൽ പിഴ 500 രൂപ മാത്രമായതിനാൽ ശിക്ഷ ഫലം ചെയ്യുന്നില്ലെന്നാണ് വിലയിരുത്തുന്നത്. ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത് 2 പ്രധാന നിയമനിർമ്മാണങ്ങളുടെ കീഴിലാണ്. ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന 2005 ഇന്ത്യയുടെ ദേശീയ ചിഹ്ന ദുരുപയോഗം തടയൽ നിയമവും ഉപഭോക്തൃകാര്യ വകുപ്പിന് കീഴിലുള്ള 1950 ചിഹ്നങ്ങളും പേരുകളും ദുരുപയോഗം തടയൽ നിയമവും ഒരു വകുപ്പിന് കീഴിലാക്കാനാണ് ശ്രമം. അടുത്തിടെയാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ മന്ത്രിതല യോഗത്തിൽ നടന്നത്. ആദ്യ തവണ കുറ്റം ചെയ്യുന്നവർക്ക് 1 ലക്ഷവും ആവർത്തിക്കുന്നവർക്ക് 5 ലക്ഷവും പിഴയും 6 മാസം വരെ തടവും ശിക്ഷ നൽകണമെന്ന് ഉപഭോക്തൃകാര്യ വകുപ്പ് 2019 നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ ചലനം വരുത്തിയ മറ്റൊരു വാർത്തയായിരുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം.
ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിരിക്കുന്നത്. നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി ചുമതലയേൽക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി 5 വർഷം കഴിഞ്ഞിരുന്നു. 2024 സെപ്റ്റംബർ 5-നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാജ്ഭവനിൽ 5 കൊല്ലം പൂർത്തിയാക്കിയത്. സംഭവബഹുലമായ 5 വർഷത്തിന് ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത്. ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നേരത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറായും ഗോവയിൽ വനം പരിസ്ഥിതി മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആഭ്യന്തര കലാപം രൂക്ഷമായ മണിപ്പൂരിനും പുതിയ ഗവർണറെ നിയമിച്ചു. ആഭ്യന്തര സെക്രട്ടറിയായി അജയ് കുമാർ ഭല്ലയ്ക്കാണ് മണിപ്പൂർ ഗവർണറായി നിയമനം ലഭിച്ചത്. ഈ വർഷം ഓഗസ്റ്റ് വരെ കാലാവധിയുണ്ടെന്നിരിക്കെയാണ് നിയമനം. ഒഡീഷ, മിസോറാം സംസ്ഥാനങ്ങളിലും പുതിയ ഗവർണർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. സർക്കാരുമായുള്ള ഭിന്നത കണക്കിലെടുത്താണ് യാത്രയയപ്പ് വേണ്ടെന്ന് വെച്ചത്. മുൻ ഗവർണർ പി സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയിരുന്നു. മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സദാശിവത്തിന് യാത്രയയപ്പ് നൽകിയത്. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയയപ്പ് റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദേശീയ ദുഃഖാചരണം കണക്കിലെടുത്താണ് യാത്രയയപ്പ് ചടങ്ങ് ഒഴിവാക്കിയത്. ഞായറാഴ്ച ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കൊച്ചി വഴിയാണ് മടക്കം. നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള ഗവർണറായി ചുമതലയേൽക്കുക. വിശ്വനാഥ് അർലേക്കർ ജനുവരി 1-ന് കേരളത്തിലേക്ക് എത്തും. 2-ന് ചുമതലയേൽക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ ജനുവരി 2-ന് ബീഹാറിൽ ചുമതല ഏറ്റെടുക്കും. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷം ന്യൂ ഇയർ ആഘോഷിക്കാൻ തയ്യാറാവുകയാണ് മലയാളികൾ. ഇതിനിടെ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്ത ക്രിസ്മസ് അവധിക്ക് നടത്തിയ NCC ക്യാമ്പിൽ നിന്ന് ഉണ്ടായി. കൊച്ചിയിൽ NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 75 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തയായിരുന്നു അത്. തൃക്കാക്കര KMM കോളേജിലെ 21 കേരള ബറ്റാലിയൻ ക്യാമ്പിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്ന് ക്യാമ്പ് അവസാനിപ്പിക്കുകയായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. വൈകിട്ടോടെ ഒട്ടേറെ പേർ ക്ഷീണിതരായി തളർന്നു വീഴുകയായിരുന്നു. കൂടുതൽ പേർക്ക് കടുത്ത വയറുവേദനയും. പോലീസ് വാഹനങ്ങളിലും ആംബുലൻസുകളിലുമായി വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, മറ്റ് 2 സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്കാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരുന്നത്. തുടർന്ന് NCC ക്യാമ്പ് നടക്കുന്ന തൃക്കാക്കര KMM കോളേജിന് മുന്നിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളെത്തി. കുട്ടികളുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതായതോടെയാണ് ഗേറ്റ് തള്ളി തുറന്ന് രക്ഷിതാക്കൾ അകത്തു കയറിയത്. പ്രതിഷേധം സംഘർഷത്തിലേക്ക് എത്തിയതോടെ ക്യാമ്പ് അവസാനിപ്പിച്ചതായി അറിയിക്കുകയായിരുന്നു. ഇതോടെ രക്ഷിതാക്കൾ ഭൂരിഭാഗം കുട്ടികളെയും രാത്രി ഏറെ വൈകിയും പുലർച്ചെയുമായി ക്യാമ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. എങ്ങനെയാണ് കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ വീണ്ടും സംഘടിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു. തൃക്കാക്കര SP PV ബേബിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ സംയോജിത ഇടപെടലാണ് വൻ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്താതെ തടഞ്ഞു നിർത്തിയത്. ഇതിനിടയിൽ SFI വനിതാ നേതാവ് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് ഒരു വിഭാഗം പെൺകുട്ടികൾ പ്രതിഷേധിക്കുകയുണ്ടായി. ഉമാ തോമസ് MLAയും സ്ഥലത്തെത്തി വിദ്യാർത്ഥികളോട് നേരിട്ട് സംസാരിച്ചു. തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. 518 കുട്ടികളാണ് മൊത്തം ക്യാമ്പിലുണ്ടായിരുന്നത്. ആരോഗ്യപരമായ ഭക്ഷണം കൊടുക്കുക എന്നത് തനത് ജോലിയുമായി ബന്ധപ്പെട്ട കടമ മാത്രമല്ല, അത് നിയമപരമായ ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. മറ്റു വിഷയങ്ങളുമായി റിയൽ സ്റ്റോറിയിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.